നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് എന്നുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ ഈ വീഡിയോസ് എല്ലാം ഉണ്ടാക്കുന്നത് ട്രിവാൻഡ്രത്തുള്ള നളന്ദ സെൻറ്റർ ഫോർ എഡ്യൂക്കേഷൻ്റെ കീഴിലാണ്. ഇവിടെ ക്ലാസ് 11th ആൻഡ് 12th നീറ്റ് ഓറിയൻറ്റഡ് ക്ലാസ്സസ് നടക്കുന്നുണ്ട്. സോ അഡ്മിഷൻസിനായിട്ട് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9895644616. അപ്പോൾ നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൽ ടോട്ടൽ 6 മോഡ്യൂൾസ് ആണുള്ളത്. അതിൽ ആദ്യത്തെ 3 ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെതാണ്. ആൻഡ് ലാസ്റ്റ് 3 ആണ് ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അതായത് മോഡ്യൂൾ 4, 5 ആൻഡ് 6. അപ്പം നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിലെ ഫസ്റ്റ് മോഡ്യൂളാണ്, അതായത് ടോട്ടൽ സബ്ജക്റ്റിലെ 4th മോഡ്യൂൾ. മോഡ്യൂളിൻ്റെ പേര് ഇൻട്രഡക്ഷൻ ടു സെമി കണ്ടക്ടർ ഡിവൈസസ്. അപ്പോൾ നമുക്ക് സിലബസ് ഒന്ന് നോക്കാം. ഓക്കെ, ഇതാണ് സിലബസ്. അപ്പം നമുക്ക് ഈ ഒരു ഫസ്റ്റ് മോഡ്യൂളിനെ മെയിൻലി 3 പാർട്ടായിട്ട് തിരിക്കാം. ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രോണിക് കമ്പോണൻസിനെ കുറിച്ചാണ്, മെയിൻലി ഇലക്ട്രോണിക് കമ്പോണൻസിനെ കുറിച്ചാണ്. രണ്ടാമത്തെ പാർട്ടിൽ നമുക്ക് ഡയോഡിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. മൂന്നാമത്തത് ട്രാൻസിസ്റ്റേഴ്സ്. അപ്പം അങ്ങനെ നമുക്ക് ഈ ഒരു മോഡ്യൂളിനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് മോഡ്യൂളിലേക്ക് കടക്കാം. അപ്പോൾ ഇലക്ട്രോണിക്സിലെ ഫസ്റ്റ് മോഡ്യൂളിലെ ഫസ്റ്റ് പോർഷനാണ് എവല്യൂഷൻ ഓഫ് ഇലക്ട്രോണിക്സ്. അപ്പോൾ എവല്യൂഷൻ ഓഫ് ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക്സിൻ്റെ ആ ഒരു ജേണിയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പോണൻ്റ് എങ്ങനെയുണ്ടായി, അതിനുശേഷം എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി, ലാസ്റ്റ് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു, അത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ എവല്യൂഷൻ ഓഫ് ഇലക്ട്രോണിക്സ് പഠിക്കുമ്പോൾ 3 കീ ഫീച്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അതിലൊന്നാമത്തതാണ് വാക്യൂം ട്യൂബ്സ്, രണ്ടാമത്തത് ട്രാൻസിസ്റ്റേഴ്സ്, മൂന്നാമത്തത് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. ഈ 3 കീ ഫീച്ചേഴ്സും എവല്യൂഷൻ ഓഫ് ഇലക്ട്രോണിക്സിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1883 തോമസ് ആൽഫ എഡിസൺ എഫക്റ്റ് കണ്ടുപിടിച്ചു. ഓക്കെ, തോമസ് ആൽവ എഡിസൻ്റെ എഡിസൺ എഫക്റ്റ് വന്നു. എന്താണ് എഡിസൺ എഫക്റ്റ്? അതായത് വാക്വത്തിലിരിക്കുമ്പോൾ ഒരു മെറ്റൽ കണ്ടക്ടറിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും. അതാണ് എഡിസൺ എഫക്റ്റ്. ഇലക്ട്രോൺസ് വിൽ ഫ്ലോ ഫ്രം വൺ മെറ്റൽ കണ്ടക്ടർ ടു അതർ ത്രൂ വാക്യൂം. അതാണ് എഡിസൺ എഫക്റ്റ്. എഡിസൺ എഫക്റ്റ് ഇറങ്ങിയത് എപ്പോഴാണ്? 1883. അതിനുശേഷം 1904 ആയപ്പോൾ ജോൺ ഫ്ലെമിംഗ് ഈ എഡിസൺ എഫക്റ്റിനെ അപ്ലൈ ചെയ്തു. ആ ഒരു എഡിസൺ എഫക്റ്റിനെ അപ്ലൈ ചെയ്തിട്ട് അദ്ദേഹം വാക്യൂം ഡയോഡ് ഉണ്ടാക്കി. ആൻഡ് വാക്യൂം ഡയോഡ് ഈസ് എ 2 element ഇലക്ട്രോൺ ട്യൂബ്. അത് കഴിഞ്ഞ് 2 വർഷം ആയപ്പോഴത്തേക്കും, അതായത് 1906 ആയപ്പോൾ വാക്യൂം ട്രയോഡ് കണ്ടുപിടിച്ചു. അതാരാ കണ്ടുപിടിച്ചേ? ലീ ഡി ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ അദ്ദേഹം വാക്യൂം ട്രയോഡ് കണ്ടുപിടിച്ചു. ഇറ്റ് ഈസ് എ 3 element ഇലക്ട്രോൺ ട്യൂബ്. അപ്പോൾ അങ്ങനെയാണ് വാക്യൂം ട്യൂബ്സ് ഉണ്ടാകുന്നത്. ഈ വാക്യൂം ട്യൂബ്സ് ആ ഒരു ടൈമിൽ ഭയങ്കര പോപ്പുലറായിരുന്നു. കാരണം ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഇലക്ട്രിക്കൽ സിഗ്നൽ പ്രോസസ്സിങ്. അതുപോലെ തന്നെ റേഡിയോ കമ്മ്യൂണിക്കേഷൻസിനായാലും ടെലിഗ്രാഫിനായാലും ടെലിഫോണിനായാലും എല്ലാത്തിലും ഒരുപാട് യൂസ് ഉള്ള ഒരു സംഭവമായിരുന്നു വാക്യൂം ട്യൂബ്സ്. ആൻഡ് ഓൾസോ ആ ഒരു ടൈമിലാണ് നമ്മളുടെ മാക്രോണി റേഡിയോനെ ഇൻവെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ബെൽ ലബോറട്ടറീസ് TVനെ ആദ്യമായി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതും ആ ഒരു ടൈമിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വാക്യൂം ട്യൂബ്സ് കണ്ടുപിടിച്ചു. അതിനുശേഷം 1947 ആയപ്പോൾ, അതായത് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയ വർഷം 1947, ആ വർഷമാണ് ട്രാൻസിസ്റ്റർ ഇറങ്ങുന്നത്. ഓക്കെ, ട്രാൻസിസ്റ്റർ ഇറക്കിയത് കുറച്ച് ടീം ഓഫ് നോബൽ ലൗറേറ്റ്സ് ആയിരുന്നു. അപ്പം അങ്ങനെ അവർ ചേർന്നിട്ട് ട്രാൻസിസ്റ്റർ ഉണ്ടാക്കി. ഈ ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മളുടെ വാക്യൂം ട്യൂബ്സിനെക്കാട്ടും അടിപൊളിയായിരുന്നു. കാരണം അത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ലോ കോസ്റ്റ് ആണ്, പിന്നെ വളരെ കുറച്ച് പവർ മാത്രമേ അവർ യൂസ് ചെയ്യുള്ളൂ, നല്ല റിലയബിൾ ആണ്. ആൻഡ് ഓൾസോ സൈസും ഭയങ്കര റെഡ്യൂസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ട്രാൻസിസ്റ്റർ ഭയങ്കരമായിട്ട് പോപ്പുലറായി. അങ്ങനെ 1950 ആയപ്പോഴത്തേക്കും ആദ്യത്തെ കളർ TVയുടെ ഡെമോൺസ്ട്രേഷൻ ഉണ്ടായി. അതിനുശേഷം 1952 ആയപ്പോൾ യൂണിപോളർ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഇലക്ട്രോണിക്സിൻ്റെ ഫീൽഡിലുണ്ടായി. പിന്നെ 1956 ആയപ്പോൾ തൈറിസ്റ്റർ എന്ന പേരിൽ ഒരു സംഭവം ഉണ്ടായി. അതിനെ നമുക്ക് സിലിക്കൺ കൺട്രോൾ റെക്ടിഫയർ എന്ന് വിളിക്കാം. SCR, ഷോർട്ടായിട്ട് SCR, സിലിക്കൺ കൺട്രോൾ റെക്ടിഫയർ, ക്യാൻ ബി ഓൾസോ കോൾഡ് ആസ് തൈറിസ്റ്റർ. അപ്പോൾ തൈറിസ്റ്റർ ഉണ്ടാക്കിയത് ബെൽ ലബോറട്ടറീസ് ആണ്.
അങ്ങനെ ബെൽ ലബോറട്ടറീസ് തൈറിസ്റ്റർ ഇൻവെൻറ്റ് ചെയ്തു. അതിനുശേഷം ജനറൽ ഇലക്ട്രിക് കമ്പനി അവരെ കൊമേഴ്ഷ്യലൈസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ തൈറിസ്റ്റർ ഭയങ്കരമായിട്ട് പോപ്പുലറായി, അതിൻ്റെ ഒരുപാട് യൂസസ് ഉണ്ടായി. അതിനുശേഷം 1958 ആയപ്പോഴാണ് അടുത്ത ഒരു വലിയ കണ്ടുപിടുത്തം ഉണ്ടാകുന്നത്. ജാക്ക് കിൽബി ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് കണ്ടുപിടിച്ചു. അങ്ങനെയാണ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്? അതായത് ഒരു ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോണിക് കമ്പോണൻസിനെ ഒരു സിംഗിൾ ചിപ്പിലേക്ക് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നു. ഒരു ലാർജ് നമ്പർ ഓഫ് കുറേ ഇലക്ട്രോണിക് കമ്പോണൻസ് ഉണ്ട്, അതിനെല്ലാം കൂടി ചേർത്തിട്ട് ഒരു സിംഗിൾ ചിപ്പിലേക്ക് ആക്കുവാണ്. അതാണ് എന്ത് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. അപ്പോൾ ഇത് കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് മൈക്രോ ഇലക്ട്രോണിക്സ് ഒരു വലിയ മാറ്റമാണ് ഉണ്ടായത്. ഭയങ്കര ഒരു വലിയ മാറ്റമാണ് ഇത് കാരണം ഉണ്ടായത്. അപ്പോൾ ഈ ഒരു ചിപ്പ് ഫാബ്രിക്കേഷനിൽ തന്നെ കുറേ അഡ്വാൻസ്മെൻറ്റ് ഉണ്ടായി. നമുക്ക് പല പല പേരിൽ വിളിക്കാം. SSI, MSI, LSI, VLSI ആൻഡ് ULSI. SSI എന്ന് പറഞ്ഞാൽ സ്മാൾ സ്കെയിൽ ഇൻ്റഗ്രേഷൻ, MSI മീഡിയം സ്കെയിൽ ഇൻ്റഗ്രേഷൻ, LSI ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ, VLSI വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ ആൻഡ് ULSI അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ. അപ്പോൾ അങ്ങനെ ചിപ്പിൽ തന്നെ ഓരോരോ മാറ്റങ്ങൾക്ക് വരെ പല പല പേരൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഇത് ഭയങ്കരമായിട്ട് പോപ്പുലറായി. എന്തുകൊണ്ടാണ് പോപ്പുലർ ആവാൻ കാരണം? ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ട്രാൻസിസ്റ്ററിനെക്കാട്ടും ഭയങ്കര സ്മോളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഇത്രയും വലിയ കമ്പോണൻസിനെ, ഇത്രയും വലിയ വലിയ ഇലക്ട്രോണിക് കമ്പോണൻസിനെ അവർ ഭയങ്കര കുഞ്ഞാക്കി ഒരു സിംഗിൾ ചിപ്പിനകത്ത് ആക്കിയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഇതിനുണ്ടായിരുന്നു. ലെസ് പവർ മാത്രമേ എടുക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ കമ്പ്യൂട്ടേഴ്സ്, മൊബൈൽ ഫോൺസ് എല്ലാം വന്നുകൊണ്ടേ ഇരുന്നു. അപ്പോൾ അങ്ങനെ ഇതും കഴിഞ്ഞപ്പോഴാണ് മൈക്രോ പ്രൊസസ്സേഴ്സ് ഉണ്ടാകുന്നത്. അങ്ങനെ 4 ബിറ്റ് മൈക്രോ പ്രൊസസ്സർ വന്നു, 8 ബിറ്റ് വന്നു. അങ്ങനെ ലാസ്റ്റ് 1995 ഒക്കെ ആയപ്പോഴത്തേക്കും ജിഗാബിറ്റ് മെമ്മറി ചിപ്പും ഇറങ്ങി. അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മളുടെ ഇലക്ട്രോണിക്സിൻ്റെ എവല്യൂഷൻ. അപ്പോൾ ആദ്യം 1883 എഡിസൺ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. ലാസ്റ്റ് 1995 ആ ജിഗാബിറ്റ് മെമ്മറി ചിപ്പ് വരെ എത്തി നിന്നു. അപ്പോൾ അത്രയ്ക്ക് വലിയൊരു ചേഞ്ചാണ് ആ ഒരു ഒരു 100 ഇയേഴ്സ് ആ ഒരു ടൈം കൊണ്ട് ഉണ്ടായത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പോർഷനിലേക്ക് പോവാം. ആപ്ലിക്കേഷൻസ് ഓഫ് ഇലക്ട്രോണിക്സ്. ഇലക്ട്രോണിക്സിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്കതിൽ ആദ്യത്തെ നോക്കാം. കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്. കമ്മ്യൂണിക്കേഷൻ ഫീൽഡിലും എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിലും ഇലക്ട്രോണിക്സിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ടോ? ഒരുപാട് വരുന്നുണ്ടല്ലേ. കാരണം ഇപ്പോൾ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ആയാലും ടെലിവിഷൻ ആയാലും എല്ലാത്തിലും ഇലക്ട്രോണിക്സിൻ്റെ ആപ്ലിക്കേഷൻ ഒരുപാടാണ്. ആൻഡ് ഓൾസോ ഇപ്പോൾ ഫോട്ടോഗ്രാഫ്സ് ആയാലും എല്ലാം അല്ലേ, എല്ലാത്തിലും ഒരുപാടാണ് നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെയൊക്കെ യൂസ് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ബ്രോഡ്കാസ്റ്റിംഗ്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, എല്ലാത്തിലും ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒരുപാടുണ്ടല്ലോ. CD പ്ലെയേഴ്സ്, സ്റ്റീരിയോ സിസ്റ്റംസ്, വീഡിയോ ഗെയിംസ്, പബ്ലിക് അഡ്രസ് സിസ്റ്റംസ്, ഇതെല്ലാം ഒരുപാട് നമ്മൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഓൾസോ ഈ ടെലിഫോൺസ് ആയാലും വയർലെസ് കമ്മ്യൂണിക്കേഷൻ, അപ്പോൾ ഇതിലൊക്കെ ഇലക്ട്രോണിക്സിൻ്റെ പങ്ക് വളരെ വലുതാണ്. ഇനി അടുത്തതായിട്ട് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ്. ഇൻഡസ്ട്രീസിലും ഒരുപാട് ഇലക്ട്രോണിക്സ് യൂസ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു മെറ്റീരിയലിൻ്റെ തിക്നെസ് കൺട്രോൾ ചെയ്യാൻ, ക്വാളിറ്റി, വെയ്റ്റ്, മോയ്സ്ചർ ഇതെല്ലാം കൺട്രോൾ ചെയ്യാനൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഇലക്ട്രോണിക് സർക്യൂട്ട്സ് എല്ലാം യൂസ് ചെയ്യാം. ആൻഡ് ഓൾസോ ഈ ഇലക്ട്രോണിക് ആംപ്ലിഫയർ സർക്യൂട്ട്സ് ആണ് ഈ സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാറ്. ആൻഡ് ഓൾസോ ഈ ഒരു ഓട്ടോമാറ്റിക് ഡോർ ഓപ്പണേഴ്സ്, ലൈറ്റിംഗ് സിസ്റ്റംസ്, പവർ സിസ്റ്റം, സേഫ്റ്റി ഡിവൈസസ്, ഇതിലൊക്കെ ഒരുപാട് എന്ത് യൂസ് ചെയ്യാറുണ്ട്? ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ഉപയോഗിക്കാറുണ്ട്. ആൻഡ് ഓൾസോ ഇപ്പോൾ ഇലക്ട്രോണിക് കമ്പ്യൂട്ടേഴ്സൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ റെക്കോർഡ്സും ഈസി ആയിട്ട് സൂക്ഷിക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഓൾസോ കാൽക്കുലേറ്റേഴ്സ്, അപ്പോൾ വലിയ ഇപ്പോൾ ബാങ്കിലായാലും ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോഴ്സിലായാലും അതുകൊണ്ടൊക്കെ ഒരുപാട് ഉപയോഗങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ക്ലാസ് റൂമിലായാലും കാൽക്കുലേറ്റേഴ്സൊക്കെ കൊണ്ട് ഒരുപാട് ഉപയോഗമാണ് അല്ലേ. അപ്പോൾ ഇലക്ട്രോണിക്സിൻ്റെ പങ്ക് എല്ലാ സ്ഥലങ്ങളിലും ഒരുപാടായിട്ട് വരുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നോക്കാം മെഡിക്കൽ സയൻസ്. മെഡിക്കൽ സയൻസും ഇലക്ട്രോണിക്സും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരുപാട് ബന്ധമുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, എക്സ്റേസ് ഒക്കെ അല്ലേ. ഈ എക്സ്റേ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ എടുക്കണമെങ്കിൽ എന്ത് വേണം? ഇലക്ട്രോണിക് കമ്പോണൻസ് ഒരുപാട് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കുറേ സ്കാൻസ് ഒക്കെ ഉണ്ടല്ലോ, എല്ലാ സ്കാൻസിലും ഉപയോഗിക്കുന്നത് എന്താണ്? ഇലക്ട്രോണിക് കമ്പോണൻസ് അല്ലേ. അതുപോലെ തന്നെ ഇപ്പോൾ പേസ് മേക്കർ, ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ, പിന്നെ ECG എടുക്കാൻ, ഓൾസോ ഓസിലോഗ്രാഫ്സ്, അപ്പോൾ ഇതൊക്കെ ഓരോരോ മെഡിക്കൽ യൂസസിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതെല്ലാം ഒരുപാട് ഇലക്ട്രോണിക് കമ്പോണൻസ് അവിടെ എല്ലാം യൂസ് ആവുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ മെഡിക്കൽ സയൻസിൽ ഇലക്ട്രോണിക്സ് യൂസ് ചെയ്യുന്ന ആ ഒരു മേഖലയെക്കുറിച്ച് പഠിക്കുന്നതിന് നമുക്ക് എന്തെന്നും പറയാം? ആ ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ് ബയോ ഇലക്ട്രോണിക്സ്.
അപ്പോൾ ഇലക്ട്രോണിക്സും ബയോളജിയും തമ്മിൽ വലിയൊരു ബന്ധമാണ് ഉള്ളത്. ആ ബന്ധം കാണിക്കാനായിട്ട് ആ ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് വരെ ഉണ്ട്. എൻ്റെ പേരെന്താ? ബയോ ഇലക്ട്രോണിക്സ്. ഓക്കെ, അപ്പം നമ്മൾ ആപ്ലിക്കേഷൻസ് ഓഫ് ഇലക്ട്രോണിക്സ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മേജർ ഇലക്ട്രോണിക് കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നോക്കാം. ഇലക്ട്രോണിക് കമ്പോണൻസ് മെയിൻലി 2 രീതിയിലുണ്ട്. ഒന്ന് പാസീവ് കമ്പോണൻസ്, 2 ആക്റ്റീവ് കമ്പോണൻസ്. പാസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇലക്ട്രിക്കൽ സിഗ്നലിനെ പ്രോസസ്സ് ചെയ്യാനോ ആംപ്ലിഫൈ ചെയ്യാനോ ഉള്ള കഴിവില്ല. ദേ ആർ നോട്ട് കേപ്പബിൾ ഓഫ് പ്രോസസ്സിങ് ഇല്ലെങ്കിൽ ആംപ്ലിഫൈങ് ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. അതാണ് പാസീവ് കമ്പോണൻസ്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഇൻഡക്റ്റേഴ്സ് ഇതെല്ലാം പാസീവാണ്. ഇനി ആക്റ്റീവ് എന്താണ്? ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്. ഇവർക്ക് ഇലക്ട്രിക്കൽ സിഗ്നലിനെ പ്രോസസ്സ് ചെയ്യാനും ആംപ്ലിഫൈ ചെയ്യാനും പറ്റും. ദേ ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ് ദാറ്റ്. ഇതിന് എക്സാമ്പിൾ എന്താ? ട്യൂബ് ഡിവൈസസും സെമി കണ്ടക്ടർ ഡിവൈസസും. അപ്പോൾ ഇലക്ട്രോണിക് കമ്പോണൻസ് 2 രീതിയിലുണ്ട്, പാസീവ് ഉണ്ട്, ആക്റ്റീവ് ഉണ്ട്. അപ്പം നമ്മൾ ഈ ഒരു മോഡ്യൂളിൽ മെയിൻലി ആദ്യം പഠിക്കാൻ പോകുന്നത് പാസീവ് കമ്പോണൻസിനെ കുറിച്ചാണ്. അതായത് 3 എണ്ണം: റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഇൻഡക്റ്റേഴ്സ്. നമ്മൾ ഈ 3ൻ്റെയും ഡിഫറെൻറ്റ് ടൈപ്സും അതുപോലത്തെ കളർ കോഡിങ് അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് പാസീവ് കമ്പോണൻസിൽ ആദ്യത്തെ ആളായ റെസിസ്റ്റേഴ്സിനെ കുറിച്ച് പഠിക്കാം. റെസിസ്റ്റേഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്തിനു വേണ്ടിയുള്ളതാ? കറണ്ടിൻ്റെ ഫ്ലോയിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി അല്ലേ? ഒരു സർക്യൂട്ടിലുള്ള കറണ്ടിൻ്റെ ഫ്ലോയിനെ ഒപ്പോസ് ചെയ്യാനായിട്ടുള്ള ആളാണ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ റെസിസ്റ്റർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് വിച്ച് ഓഫേഴ്സ് എ സ്പെസിഫിക് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ടു കൺട്രോൾ കറണ്ട് ഇൻ എ സർക്യൂട്ട്. അതാണ് റെസിസ്റ്റർ. റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് കമ്പോണൻ്റ് ആണ്. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് എ ഫിക്സഡ് വാല്യൂ ഓഫ് എ സ്പെസിഫിക് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്. അപ്പോൾ ആ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? സർക്യൂട്ടിൽ കറണ്ടിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് ഓം ആണ്. റെസിസ്റ്റേഴ്സിന് നമുക്ക് 2 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫിക്സഡ് റെസിസ്റ്റേഴ്സും ഉണ്ട്, വേരിയബിൾ റെസിസ്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ ഫിക്സഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂവിൽ ഒരു ചേഞ്ചും കൊണ്ടുവരാൻ പറ്റില്ല. ഇതിൻ്റെ വാല്യൂ എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. വേരിയബിൾ ആണെങ്കിലോ അവിടെ നമുക്ക് വാല്യൂ ചേഞ്ച് ചെയ്യാം. ഓക്കെ, വേരിയബിൾ റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂ നമുക്ക് വേരി ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫിക്സഡിൽ നമുക്ക് മെയിൻലി 4 ടൈപ്പ് ഓഫ് റെസിസ്റ്റേഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റേഴ്സ്, കാർബൺ ഫിലിം, വയർ വൗണ്ട് റെസിസ്റ്റേഴ്സ്, മെറ്റൽ ഫിലിം റെസിസ്റ്റേഴ്സ്. അങ്ങനെ ടോട്ടൽ 4 എണ്ണം ഉണ്ട്. വേരിയബിളിലാണെങ്കിലും 3 ടൈപ്പാണ്: പൊട്ടൻഷ്യോമീറ്റർ, റിയോസ്റ്റാറ്റ്, പ്രിസെറ്റ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിൻലി ആ ഒരു റെസിസ്റ്റേഴ്സിൻ്റെ ഒരു ബിഗിനിങ് പോർഷനിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് കളർ കോഡിങ് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം നോക്കാം. കളർ കോഡിംഗ് എന്ന് പറയുമ്പോൾ ഓരോ റെസിസ്റ്ററിലും ഇതേപോലെ വാല്യൂസ് എഴുതിയിരിക്കത്തില്ലായിരിക്കും. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയാണെന്ന് ഒന്നിലും എഴുതിയിട്ടുണ്ടാവില്ല. പകരം അവിടെ കളർ കോഡായിരിക്കും, കുറച്ച് ബാൻഡ്സ് കൊടുത്തിരിക്കും. അപ്പോൾ റെസിസ്റ്റേഴ്സിൽ ടോട്ടൽ 4 ബാൻഡ്സ് ഉണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് ബാൻഡിനെ നമുക്ക് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബാൻഡ് എന്ന് വിളിക്കാം. സെക്കൻഡ് ബാൻഡിനെ സെക്കൻഡ് സിഗ്നിഫിക്കൻറ്റ് ബാൻഡ് എന്ന് വിളിക്കാം. തേർഡ് വണ്ണിനെ മൾട്ടിപ്ലയർ എന്ന് വിളിക്കാം. ആൻഡ് ഫോർത്ത് വണ്ണിനെ ടോളറൻസ് എന്ന് വിളിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് 4 ബാൻഡ്സ് വരുന്നത്. ഇനി നമുക്ക് ആ ഒരു ടേബിൾ നോക്കിക്കേ. ആ ഒരു ടേബിളിൽ തന്നെ ഓരോ ബാൻഡിലും ഓരോ കളേഴ്സ് വരുമ്പോൾ ഉണ്ടാകുന്ന വാല്യൂവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ വാല്യൂസ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. സോ ഈ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. കാരണം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ റെസിസ്റ്ററിലുള്ള കളർ കോഡ് ഇങ്ങനെയാണ്: ഓറഞ്ച്, ഓറഞ്ച്, യെല്ലോ ആൻഡ് ഗോൾഡ്. ഫസ്റ്റ് ബാൻഡിൽ ഓറഞ്ച്, സെക്കൻഡ് ബാൻഡിൽ ഓറഞ്ച്, സെക്കൻഡ് ബാൻഡിൽ തേർഡ് ബാൻഡിൽ യെല്ലോ ആൻഡ് ഫോർത്ത് ബാൻഡിൽ ഗോൾഡ്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് ബാൻഡിൽ ഓറഞ്ച് വന്നാൽ അവിടെ ഏത് നമ്പർ ആയിരിക്കും വരുന്നത്? ഏത് ഡിജിറ്റ് ആയിരിക്കും? 3 ആണല്ലേ. ഫസ്റ്റ് ബാൻഡിൽ ഓറഞ്ച് ആകുമ്പോൾ 3 ആണ്. അപ്പം നമുക്ക് ഫസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ആയിട്ട് ഉള്ള ആ 3 നമുക്ക് ആദ്യം എഴുതാം. ഇനി സെക്കൻഡ് ബാൻഡിൽ ഏത് കളറാണ്? അവിടെയും ഞാൻ ഓറഞ്ച് ആണല്ലേ പറഞ്ഞത്. അപ്പോൾ സെക്കൻഡിലും ഓറഞ്ചാണ്. സോ നമുക്ക് അവിടെയും 3 എന്ന് കൊടുക്കാം. അപ്പോൾ 33 എന്നായല്ലോ. ഇനി മൂന്നാമത്തെ ബാൻഡിൽ ഏതാ? മൾട്ടിപ്ലെയർ ആണ്. അപ്പോൾ മൂന്നാമത്തെ ബാൻഡിൽ ഏത് കളറായിരുന്നു? യെല്ലോ ആയിരുന്നു. അപ്പോൾ തേർഡ് ബാൻഡിൽ യെല്ലോ വരുമ്പോൾ എന്താ വരുന്നത്? 10⁴ അല്ലേ. അപ്പം നമുക്ക് ഇങ്ങനെ കൊടുക്കാം: 33 × 10⁴. ഓക്കെ, 33 × 10⁴ എന്ന് കൊടുക്കാം. ഇനി നാലാമത്തെ ബാൻഡിൽ വല്ലതും ഉണ്ടോ? അവിടെ ഗോൾഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവിടെ +or -5%. അപ്പം നമുക്ക് ആൻസറായിട്ട് എങ്ങനെ എഴുതാം? 33 × 10⁴
±5% ഓം. അങ്ങനെയാണ് നമ്മൾ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എഴുതേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഈ ഒരു ടേബിൾ കറക്റ്റായിട്ട് പഠിക്കണം. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ കളേഴ്സ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് റെസിസ്റ്റേഴ്സിൻ്റെ കളർ കോഡിങ്ങിൽ പഠിക്കേണ്ടത്. അടുത്തതായിട്ട് സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് വാല്യൂസ്. ഓക്കെ, ഇപ്പോൾ റെസിസ്റ്റൻസ് വാല്യൂസ് നോക്കുമ്പോൾ തന്നെ കുറച്ച് സ്റ്റാൻഡേർഡ് വാല്യൂസ് ഉണ്ട്. ഓക്കെ, ടോട്ടൽ 12 ആണുള്ളത്. ഓക്കെ, 12 സ്റ്റാൻഡേർഡ് വാല്യൂസ് ഉണ്ട്. അതിൽ തന്നെ 10, 12, 15, 18, 22, 27, 33, 39, 47, 56, 68 ആൻഡ് 82. അങ്ങനെ ടോട്ടൽ 12 സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് വാല്യൂസ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ ബാക്കി വാല്യൂസ് പറയാം? ഈ വാല്യൂസിലാണ് ഇപ്പോൾ നമുക്ക് പോയിൻ്റ് ആഡ് ചെയ്ത് കൊടുക്കാം, അതുപോലെ സീറോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണ് നമുക്ക് വേറെ വേറെ വാല്യൂസ് കിട്ടുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൽ 12 എടുക്കാം. 12 നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 1.2 ഓം ആക്കാമല്ലോ. 12 ഓം ആയിട്ട് തന്നെ എഴുതാം. ആൻഡ് ഓൾസോ 120 ഓം ആക്കാം. പിന്നെ 1.2 കിലോ ഓം ആക്കാം. 12 കിലോ ഓം ആക്കാം. പിന്നെ 1.2 മെഗാ ഓം ആക്കാം, അല്ലേ? 120 കിലോ ഓം ആക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് പല രീതിയിൽ ഇതിനെ ലൈക്ക് പോയിൻറ്റും സീറോ ഒക്കെ ചേർത്തിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ 12 എണ്ണമാണ് സ്റ്റാൻഡേർഡ് വാല്യൂസ് ആയിട്ട് വരുന്നത്. ഇനി അടുത്തതായിട്ട് പവർ റേറ്റിംഗ്. എന്താണ് ഒരു റെസിസ്റ്ററിൻ്റെ പവർ റേറ്റിംഗ് ഇല്ലെങ്കിൽ വാട്ടേജ് റേറ്റിംഗ്? പവർ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് പവർ ദ റെസിസ്റ്റർ ക്യാൻ സേഫ്ലി ടോളറേറ്റ്. ഒരു റെസിസ്റ്ററിലൂടെ കടന്നു പോകാവുന്ന മാക്സിമം എമൗണ്ട് ഓഫ് പവർ, അതാണ് പവർ റേറ്റിംഗ്. ആ റെസിസ്റ്ററിന് കേട് വരാതെ എത്രത്തോളം പവർ അതിലൂടെ കടത്തിവിടാൻ പറ്റും, അതിനെയാണ് പവർ റേറ്റിംഗ് ഇല്ലെങ്കിൽ വാട്ടേജ് റേറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ വാട്ട്സ്. അപ്പോൾ പവറിൻ്റെ ഫോർമുല നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, P = I²R. ഓക്കെ, ഇനി അടുത്തതായി ടോളറൻസ്. ടോളറൻസ് എന്താണ്? ഇറ്റ് ഈസ് ദ അലൗഡ് വേരിയേഷൻ ഓഫ് റെസിസ്റ്റൻസ് വാല്യൂസ് ഫ്രം ഇറ്റ്സ് നോർമൽ വാല്യൂ. നോർമൽ വാല്യൂവിൽ നിന്ന് എത്രത്തോളം ചേഞ്ച് നമുക്ക് കൊണ്ടുവരാം, നോർമൽ വാല്യൂവിൽ നിന്ന് എത്രത്തോളം ചേഞ്ച് നമുക്ക് റെസിസ്റ്റൻസിൽ കൊണ്ടുവരാം, അതാണ് ടോളറൻസ്. അത് നമുക്ക് പെർസെൻറ്റേജിലാണ് കാണിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ ഒരു റെസിസ്റ്ററിൽ 10% ടോളറൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ഇതൊരു 10 അങ്ങോട്ടും 10 ഇങ്ങോട്ടും റെസിസ്റ്റൻസ് വാല്യൂവിൽ ചേഞ്ച് വരാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് മീനിങ് വരുന്നത്. അപ്പോൾ ടോളറൻസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് റെസിസ്റ്റേഴ്സിൻ്റെ 2 ടൈപ്പിനെ കുറിച്ചാണ്, ഫിക്സഡും വേരിയബിൾ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഫിക്സഡിൽ 4 എണ്ണം ഉണ്ട്, വേരിയബിൾ 3 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് പാർട്ട് വീഡിയോയിൽ കാണാം.